എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വൈറലായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ചാനലിൽ പോയി നോക്കിയാലും നമ്മൾ കാണുന്നത് ഷാജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാലോ, അമ്മാതിരി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ചെറിയ മക്കളെ മുന്നിലിരുത്തിയിട്ട് ഈ അമ്മയായ ഷാജി പറയുന്ന ചില വൃത്തികേടുകൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്ന ഫസ്റ്റ് വ്യക്തി ഷാജി മാത്രമല്ല, മറ്റു പല യൂട്യൂബർമാരും, നമ്മൾ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, പല യൂട്യൂബേഴ്സും കാണിക്കുന്ന ഒരു വേലയെന്ന് വെച്ചാൽ സ്വന്തം മക്കളെ ഇരുത്തിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള സെക്ഷുവലായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. തെറിയായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും മറ്റാരെങ്കിലും വിളിക്കുന്നതായിട്ടാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് രീതിയിൽ വെച്ച് നോക്കിയാലും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ അത്തരത്തിൽ സംസാരിക്കുന്ന ചാനലുകൾക്ക് വ്യൂസ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അതും ഒന്നാമത്തെ കാര്യം, പലരും ലക്ഷ്യം വെച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതല്ലാതെ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തെറി വിളിച്ച് ശീലിച്ചത് കൊണ്ട് വന്നു പോകുന്നവരും ഉണ്ട്. ഇപ്പോൾ ഈ ഷാജിയുടെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ, തീരെ ചെറിയ മക്കളാണ്, അവർ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുന്നത് അമ്മയായ ഷാജിക്ക് ഒട്ടും ചേർന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുടെ കാര്യം പറയണ്ടല്ലോ. കാരണം ഇവർ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മറ്റൊരാൾ, ലൈവാണ് കേട്ടോ, മറ്റൊരാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കുകയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻറ്റുകൾ എൻ്റെ മക്കൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ എനിക്ക് എന്താ ഇതിന് മറുപടി പറഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നും, അത് ന്യായമായ കാര്യമല്ലേ, അവരുടെ കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയല്ലേ എന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ മക്കൾ തീരെ ചെറിയ മക്കളാണ്, 10, 14, 15, 16 വയസ്സിനകത്തുള്ള കൊച്ചു കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അതിനകത്ത് വരുന്ന വാക്കുകളും ഓരോരുത്തരും നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വരുന്ന കമൻറ്റുകൾ എന്നുള്ളൊരു കാര്യം മറ്റ് എല്ലാവരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഉമ്മ എന്ന നിലയിൽ നിങ്ങൾ ലൈവ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ലൈവ് കഴിയുന്നത് വരെയെങ്കിലും കുട്ടികളെ ലൈവിൽ കയറാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കാണുന്നില്ലല്ലോ നിങ്ങൾ കമൻറ്റിൽ ആര് വന്ന് എന്ത് പറയുന്നു എന്നുള്ളത്. പിന്നെ പരമാവധി ആളുകളെ ബാഡ് കമൻറ്റ് ഇടുന്നെന്നുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യണ്ട, അവരുടെ കമൻറ്റുകൾ നിങ്ങൾ വായിക്കാതിരിക്കുക. നിങ്ങൾ കൂടുതൽ അത് വായിച്ച് അതിന് തെറിവിളിക്ക് പകരം ബദലായിട്ട് തെറി വിളിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും അത് ആവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഷാജിക്കുള്ള യൂട്യൂബ് ചാനലിൽ വരുന്ന കുറച്ച് മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഷാജിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പക്ഷേ വ്യൂസിൻ്റെ അളവ് കുറയും ഇങ്ങനെ ഇതുപോലെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടുമ്പോൾ, അത് വാസ്തവമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള പോഴത്തരങ്ങൾ കുട്ടികൾ കേൾക്കുക, ദയവ് ചെയ്ത് നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളൊരു ഉമ്മയല്ലേ, നിങ്ങൾക്ക് നാണാവുന്നില്ലേ ഈ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ വിളിച്ച് പറയാനായിട്ട്? ആ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പ്രായത്തിൽ അവരറിഞ്ഞോളും. അത് ഉമ്മയായ നിങ്ങളിൽ നിന്നും അവരറിയുന്നത് വളരെ മോശമാണ്. ഓക്കെ, നാറുന്നത് എന്താണ്, മണക്കുന്നത് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നാറുന്നത് മലവും മണക്കുന്നത് ചന്ദനം എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ശരിക്കും ആ ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇനിയെങ്കിലും മേലാൽ ഇങ്ങനെയുള്ള വേണ്ടാതിനങ്ങൾ പറയാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇവരെന്ത് കാര്യമാണ് സംസാരിച്ചത് കുട്ടികളുടെ മുന്നിലെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പോൾ നിങ്ങളത് കേട്ടോളൂ. അതിനു മുമ്പായിട്ട് പറയേണ്ടത്, വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ, വീഡിയോ മുഴുവനായിട്ട് കാണില്ല, അറ്റവും മൂലയും വന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ തമ്പനയിൽ മാത്രം കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്.
തമ്പനെയിലിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ അതേക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോയുടെ അറ്റവും മൂലയും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ ഞാൻ ഇന്ന ഇട്ട ഒരു വീഡിയോയുടെ കമൻറ്റ് എടുക്കുകയാണ്, നിങ്ങൾ ഷാജിക്കൊപ്പമാണോ എന്നൊരു ചോദ്യം എന്നോട്. എൻ്റെ ഓരോ വീഡിയോകളിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കിയേക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടോളൂ കേട്ടോ. എന്തൊക്കെ പണി ചെയ്തറിയോ? മീൻ കച്ചവടം ചെയ്തു, പച്ചക്കറി കച്ചവടം ചെയ്തു, എന്തെല്ലാം പണി. ഒന്നിലും നീ നിലനിൽക്കില്ലടാ, ഒന്നിലും നീ നിലനിൽക്കില്ല. കാരണം നിന്റെ ക്യാരക്ടർ അങ്ങനെടാ. അതുപോലെ തന്നെ നിനക്ക് ഒരുത്തിയും പെണ്ണ് തരില്ല, ഒരുത്തനും പെണ്ണ് തരില്ല. പെണ്ണ് തന്നാ തന്നെ അവര് പെട്ടുപോകും. കാരണം ഇവനിക്ക് പെണ്ണ് കൊടുത്തല്ലേ ആ പെണ്ണിന്റെ ജീവിതം നശിച്ചു നാരായണക്കല്ലാവുന്നു ഞാൻ പറയുന്നു. 100-ൽ 100% ഞാൻ പറയുന്നു. അവനിക്ക് പെണ്ണ് കൊടുത്താല് ഇതാരാണ് വെള്ളം കൊടുത്തന്ന്? അവനിക്ക് പെണ്ണ് കൊടുത്താണ്ടല്ലോ ആ പെണ്ണിന്റെ നാശമാണ്. ആ പെണ്ണ് നശിച്ചു പോകുള്ളൂ. അതില് കുട്ടികളുണ്ടായ അതും കഞ്ചാവടിയന്മാരാവും. അങ്ങനെ ഞങ്ങളുടെ നെല്ലിക്കാട് നാട്ടിനെ കഞ്ചാവ് അടിപ്പിച്ച് വിറകി ഇറപ്പിച്ച് നിൽക്കുന്നവനാണ് ഈ മുത്തു പറയുന്ന തെമ്മാടി. നീ ആണാണെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്കടാ. നീ ചുണ്ണി മുളച്ച ആണാണെങ്കിൽ നീ എന്നെ തൊട്ട് നോക്കടാ. നിനക്ക് ചുണ്ണി മുളച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കല്യാണത്തിന് ഇത്ര ഉള്ളു ചുണ്ണി, ഇത്ര ചുണ്ണി ആയിട്ടുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തൊട്ട് നോക്കടാ. എന്റെ കല്യാണത്തിന് നിന്റെ ഫോട്ടോ ഇവന്റെ ഫോട്ടോ ഞാൻ ഇടാട്ടോ. ലൈവായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. എന്റെ കല്യാണത്തിന് ഇതാ ഇങ്ങനെ ഇത്ര പോകുന്നൊരു സാധനം നിൽക്കണ്ടായിരുന്നു. എല്ലാത്തിലും ഉണ്ടാവും. എന്റെ മെയിലാഞ്ചി ഇടണേലും വേറെയുള്ളതിനും ഒക്കത്തിന് ഇത് എത്ര പോകുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്ര വളർന്നിട്ട് ഇത്രയായി. എന്നിട്ട് അവൻ എന്നെ തൊല്ലാനായി. ആണോടാ? എന്റെ നാട്ടിൽ നീ എന്നെ തല്ലോടാ? നീ ഒന്ന് കാണിക്കടാ. നിന്റെ കൊണ്ടോട്ടി നിന്റെ ഉമ്മാന്റെ നാട്ടിൽ പോയിട്ട് നീ തല്ലുണ്ടാക്കടാ. ആണോടാ മുത്തു? ചോറില്ലടാ. അറബിന്റെ പണിക്ക് പോയിട്ട് 3 പ്രാവശ്യം ഗൾഫ് പോയിട്ടാ. 3 പ്രാവശ്യം ഗൾഫ് പോയിട്ട് അവരവിടെ നിന്ന് ആട്ടി വിട്ടു. അവന്റെ സ്വഭാവം അത്രയ്ക്ക് നന്നേ. അവന് പണിയെടുക്കാൻ വയ്യത്ര. അറബിന്റെ മകളെ പഠിക്കാൻ കൊണ്ടുവിടാൻ ഡ്രൈവിംഗ് ആയിട്ട് പോയിട്ട് അറബിന്റെ മകളിനെ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ ഇവന് വയ്യാത്രേ. എടാ പിന്നെ നീ അറബിന്റെ ചന്തി കഴുകി കൊടുക്കാറില്ലടാ എന്നാ എനിക്ക്? അറബിന്റെ മകളിനെ വണ്ടിയിൽ കൊണ്ടുവിടാൻ വയ്യില്ല, അറബിന്റെ ചന്തി കഴുകി കൊടുക്കാറില്ലടാ എനിക്ക്? ഇല്ലെങ്കിൽ അറബിന്റെ മകളിന് ചന്തി കഴുകി കൊടുക്കാറില്ലടാ? അല്ലെങ്കിൽ ജട്ടി കഴുകി ജീവിക്കാറില്ലടാ മോനെ? ഈ നാട്ടിൽ നിൽക്കണേക്കാട്ടും നല്ല അന്തസ്സാടാ ഗൾഫിൽ ജട്ടി കഴുകിയാലും അറബിന്റെ ജട്ടിയാണെന്നേലും വെക്കാം. അറബിന്റെ ചട്ടി കഴുകി ജീവിച്ചാലും ആ പൈസ നീ ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി അറിയില്ല. എന്താ അറിയോ? പക്ഷെ നാട്ടിൽ നിൽക്കണോണ്ട് നിന്നെ കഞ്ചാവടി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അല്ലാണ്ട് നിന്നെ ഏത് പെൺകുട്ടികളും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കില്ലടാ പുല്ലേ. നിന്നെ പെൺകുട്ടികളല്ല, നിനക്ക് തള്ളാർക്കും കൂടി നിന്നെ വേണ്ടായിരിക്കും. കാരണം നിന്റെ സുനയൊന്നും പൊന്തില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെക്കവര്. ഞാൻ കഞ്ചാവ് അടിച്ചാ സുനയൊക്കെ താഴ്ന്നു കിടക്കുന്നു. സുന പൊന്തിയാലല്ലേ പെൺകുട്ടികൾക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് നീ ഒന്നും വേണ്ടടാ പുല്ലേ, ആർക്കും വേണ്ടടാ. ഓടാ നീ 45-50 വയസ്സായന്റെ കിളവി തള്ളന്റെ കൂടെ കളിക്കുന്ന കളികളല്ലടാ. 18, 20, 22, 23 വയസ്സുള്ള ചെക്കന്മാരുടെ കൂടെ ഉള്ള കളികളാടാ. അത് കളി വേറെടാ മോനെ. നീ വിചാരിക്കണ 45 വയസ്സ് 50 വയസ്സായതിന്റെ കിളവികളുടെ കൂടെ ഉള്ള കളികളല്ലടാ. ഇത് കളി വേറെടാ മക്കളെ. ഓക്കെ. നീ ആ തള്ളന്റെ കൂടെ പോയി കിടക്കടാ. 45 വയസ്സ് 50 വയസ്സായ കളവുള്ളൂ. എനിക്കാ വയ്യാണ്ട് കിടക്കണേ. സൂന പൊന്താത്ത മോനെ, സൂന ഒന്ന് പൊന്തിക്കടാ. അവരുടെ മുന്നിൽ ഒന്ന് പോയി പൊന്തിക്കടാ. നല്ല അടിപൊളി സൂന പൊന്തണ ആൾക്കാരുടെ കൂടെ ഉള്ള കളിയാടാ ഞാൻ കളിക്കുന്നത്. നിന്നെ പോലെ നിന്റെ കഞ്ചാവ് അടിച്ച് സൂന പൊന്താത്തവരുടെ കൂടെ ഞാൻ കളിക്കാറില്ലടോ. ആടാ മോനെ മുത്തോ. അത്രടാ എനിക്ക് പറയാലോ. കളവികളില്ലേ 45-50 വയസ്സായ ആന്റി ലവറാണ്. ആന്റീനെ പറ്റുള്ളൂ. ആന്റി ലവറാണ് ഓന് ആന്റി ലവറാ. ചെറുതൊന്നും എനിക്ക് പറ്റില്ല, വലിയ പിടിപാടാണ് ഓന്. സൗണ്ട് ഇറക്കണം. അപ്പൊ എത്രയൊക്കെ ഉള്ളടെ മോന്. ഓക്കെ, ടാറ്റാ.